ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സവാള വടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ സവാള വടയെല്ലാം? അപ്പോൾ നമുക്ക് ഈ സവാള വട എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ അമർത്തി ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. എങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വേഗം കിച്ചണിലേക്ക് പോകാം. സവാള വടയുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാനിവിടെ 7 ചെറിയ സവാളയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ സവാളയാണ് ഉള്ളതെങ്കിൽ 2 സവാള എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സവാളയുടെയും തൊണ്ടെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ സവാളയുടെയൊക്കെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ ഈ സവാള വടക്ക് അധികം അങ്ങോട്ട് സവാള ചേർക്കണത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാളയുടെ എല്ലാം തൊണ്ടൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ സവാളയുടെ തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പച്ചമുളകിൻ്റെ എല്ലാം ഞെട്ടെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പച്ചമുളകും 2 തണ്ട് വേപ്പിലയോ ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കണം. ഇപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇതുപോലെ ഇങ്ങനെ നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ സവാളയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ കൊത്തി അരിഞ്ഞെടുക്കണതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം മുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പം മുളക് ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കണത്. ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ കുനുകുനാന്ന് കൊത്തി അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. പൊടി പോലെ അരിഞ്ഞെടുക്കുവാണ്. അതുപോലെ ഈ വേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇനി ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സോഡാപ്പൊടിയാണ് ഉള്ളതെങ്കിൽ സോഡാപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സവാള എല്ലാം നല്ല ഉടച്ചൊടച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സവാളയുടെ അകത്തു നിന്നൊക്കെ വെള്ളമെല്ലാം വരും. ഈ സമയം ഞാനിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കടലമാവുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുതേ. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പം മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ലേ. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ സവാളയുടെ അകത്തൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം അങ്ങ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കേണ്ട. അങ്ങനെ മൊത്തം 2 കപ്പ് മൈദ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചീനച്ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കൈമുക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവിനകത്ത് നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിങ്ങനെ മാവ് കയ്യിലെടുത്തിട്ട് നമ്മുടെ തള്ളവിരൽ വെച്ച് നടുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കണം കേട്ടോ. കണ്ടോ, തള്ളവിരലും നമ്മുടെ മോതിര വിരലും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതിലൊരു ഹോൾ ഉണ്ടാക്കണേ. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. കണ്ടോ, തള്ളവിരലും നമ്മുടെ മോതിര വിരലും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഹോൾ ഉണ്ടാക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ ചുമ്മാ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ സവാള വട എന്നൊക്കെ പറയുമ്പോൾ നടുക്കൊരു ഹോൾ വേണം. അപ്പോൾ ഹോൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചുമ്മാ എടുത്തിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് 2-3 പ്രാവശ്യമൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. 2-3 പ്രാവശ്യമല്ല, കുറച്ചധികം പ്രാവശ്യം. പിന്നെ ഈ സമയം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം കരിയും അകത്ത് വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. ഇപ്പോൾ കണ്ടോ, നമ്മൾ 3 വട ഇട്ടിട്ട് അതിലൊരു വട പെട്ടെന്ന് തന്നെ കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാൻ ഇത് കോരിയെടുക്കുവാണേ. ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് ഞാൻ 2 ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇതെടുത്ത് വെച്ചിട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഈ കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം മാവെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യവും കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാവിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സവാള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും കണ്ടില്ലേ നമ്മൾ സവാള വട എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഈ സവാള വട ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വൈകിട്ട് ഒരു കട്ടൻ ചായയും ഒരു സവാള വടയും ഒക്കെ അടിപൊളിയാണല്ലേ. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ സവാള വട നമ്മുടെ വീട്ടിൽ എല്ലാവരും കഴിക്കുമ്പോൾ അത് നല്ലതാണ്, രുചിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഈ സവാള വട ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടിയും ചെയ്യണം. അപ്പോഴല്ലേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ അമർത്താനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.